ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ എനിക്ക് കുറച്ച് കാണുമ്പോൾ നല്ല അയിലയാണെങ്കിലും തൊട്ട് നോക്കുമ്പോൾ നല്ല ചീഞ്ഞ് വൃത്തികേടായിട്ടുള്ള അയിലയാണേ കിട്ടിയ. പിന്നെ നമുക്ക് ഫ്രഷ് മീനൊന്നും ഇപ്പം അങ്ങനെ കിട്ടലേ ഇല്ല. ചീഞ്ഞ് കട്ട പോലത്തെ അല്ല കിട്ടല്. പിന്നെ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സംഭവങ്ങളല്ലല്ലോ. നമുക്ക് ഫ്രഷ് മീനിനെ കിട്ടണേ നമുക്ക് പോയിട്ട് പിടിക്കാനൊന്നും പറ്റൂല. കൊണ്ടുവരുന്ന കൂട്ടുകയോ വാങ്ങുകയോ കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇന്നിതാ എനിക്ക് കുടലെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ മുള്ള് മാത്രം കിട്ടുന്ന രീതിയിലുള്ള അയിലയാണ് കിട്ടിയ. അപ്പം ഞാൻ മുറിച്ച് വൃത്തിയാക്കി വെച്ച അയിലയാണിത് കാണുന്നത്. ഒന്ന് കറി വെക്കാനാ ഒന്ന് പൊരിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കിട്ടുന്ന ഈ അയില നമുക്ക് മറിച്ചിടുമ്പോൾ ഈ ദോശക്കല്ലുമ്മൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു പൂർണ്ണ രൂപത്തിൽ കിട്ടൂല. എപ്പോൾ പകുതി മുറിഞ്ഞിട്ട് അല്ലേ നുറുങ്ങിപ്പോയിട്ട് അങ്ങനെയല്ല കിട്ടുക, പൊടിഞ്ഞു പോയിട്ടല്ല കിട്ടുക. അങ്ങനത്തെ പൊരിച്ച കൂട്ടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് പൊരിച്ചത് കൂട്ടണമെങ്കിൽ നല്ല റെഡിക്ക് നമ്മളെ ചോറിൻ്റെ അകത്ത് നീണ്ട് നിവർന്നിങ്ങനെ കിടക്കണം, എന്നാൽ ആ പൊരിച്ചതിനുള്ളൊരു ലുക്ക് വരും. അപ്പം ഞാനിതാ ഈ പൊരിച്ചതിൻ്റെ അകത്ത് ഈ പൊരിക്കുന്നതിൻ്റെ അകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ, മുളക്, ഉപ്പ്, അത് സാധാരണ എല്ലാവരും ചേർക്കുന്ന പോലെ തന്നെ. അതിൻ്റെ കൂടെ ഒപ്പരം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നല്ല ഇതായിട്ടൊന്നും അരച്ചെടുക്കുന്നൊന്നുമില്ല, ഒന്ന് ചതച്ചിട്ടെടുക്കുന്നേ ഉള്ളൂ. മിക്സീൻ്റെ അകത്തുനിന്ന് ഒരു 2 റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് എടുത്തിട്ട് അത് ഞാൻ എന്ത് ചെയ്യും, ഈ അയിലേൻ്റെ മുകളിൽ നല്ലോണം പെരക്കി വെക്കും. 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ ഈ അയിലക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടി കുറേ ഇട്ടിട്ട് നമ്മൾ വയറിന് വെറുതെ കേടാക്കേണ്ട ആവശ്യമില്ല. ഈ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം എരിവ് ഉണ്ടാകുമ്പോൾ അത്രയും വേണ്ടു. അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു നിറത്തിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുള്ള് മാത്രം അല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു അയില കിട്ടാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. കല്ലടുപ്പത്ത് വെക്കുക. കല്ലടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് നല്ലോണം ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില ദോശക്കല്ലിൻ്റെ മേലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പെരക്കി വെച്ച അയില എടുത്തിട്ട് ഓരോന്നോരോന്ന് ദോശക്കല്ലുമ്മൽ വെക്കുക. എന്നതിന് ശേഷം ഈ അയില വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയും കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്. ഈ ചീഞ്ഞ് എത്ര നാശകോശമായ ഏത് മീനായി കഴിഞ്ഞാലും ഈ കറിവേപ്പിലേൻ്റെ മേലെ വെച്ചിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഒരു പീസ് പോലും അടർന്ന് പോവുകയില്ല. നമുക്ക് ഏത് മീനും നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഒരു പീസ് പോലും അതിൻ്റെ മുകളിൽ നിന്ന് പോയിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൂത്രം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അടിപൊളിയായിരിക്കും. അതിൻ്റെ ഒരു മണവും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ എല്ലാം മണമെല്ലാം ഉണ്ടല്ലോ, പൊരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.